ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ നമ്മുടെ തൃശ്ശൂർ നടത്തറ റൂട്ടിലാട്ടോ. അതായത് നടത്തറ സിഗ്നലുണ്ടല്ലോ, ആ ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതായത് നടത്തറ കൊഴുക്കുള്ളി എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് 4,800 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ പുതിയ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും മുൻവശം ടാർ ചെയ്യാൻ പോകട്ടെ, മെറ്റലൊക്കെ പറിച്ചിട്ടുണ്ട് 2 സൈഡും. നല്ല വീതി കൂടിയ ഒരു റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനിപ്പോൾ നടത്തറ പഞ്ചായത്താണ് വരുന്നത്. കണ്ട, ഈ റോഡ് ഈ അറ്റം വരെ നമുക്ക് ഇനി ടാർ ചെയ്യും. ആ മൂലം വരെ ടാറിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള കേട്ടോ. നല്ല വീതിയുള്ളൊരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വലിയ കാറൊക്കെ വരുമ്പോൾ നമുക്ക് സ്ലൈഡ് ചെയ്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വക കാണുന്ന ഭാഗത്തൊക്കെ ഇനി കട്ട വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കും, പോർച്ച് ടൈലൊക്കെ വിരിച്ചിട്ട്. എന്നാൽ അതിൻ്റെ ആ ഒരു വർക്ക് മാത്രമാണ് ഇവിടെ ബാലൻസ് ഉള്ളൂ. ബാക്കി എല്ലാ വർക്കും ഇവിടെ ഓൾറെഡി സെറ്റാന്ന് പറയാം. വെള്ളത്തിൻ്റെ ഓപ്പൺ കിണറാണ്, ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ കേട്ടോ അത്. എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറില്ല, അതുപോലെ എത്ര വലിയ വേനൽക്കാലം വന്നാൽ വെള്ളം വറ്റില്ല, അത്രയധികം വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ. ബോർഡർ കണ്ട, ഗ്രാനൈറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡബിൾ പാളി ഡോറ് തേക്ക് വുഡിൽ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി വരുന്ന ലിവിങ് ഹാളാണ്. വീതി കൂടി ടൈൽ തന്നെയാണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോക്സിയൊക്കെ ചെയ്തിട്ട് നല്ല വീതി കൂടി ഒരു ലിവിങ് ഹാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുൾ ലെങ്ത്തിലും കൂടെ ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല കളർഫുള്ളാക്കിയെന്ന് പറയാം ലിവിങ് ഹാള്. അതുപോലെ അടിപൊളി ഒരു TV യൂണിറ്റും ഇവിടെ നമുക്ക് ഫുൾ ലെങ്ത്തിൽ തന്നെ ഈ ലിവിങ് ഹാളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഹാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റത്തെ ബെഡ്റൂം കേട്ടോ. അതേ മാച്ചിൻ്റെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അപ്പോക്സിയൊക്കെ ചെയ്തിട്ടുണ്ട്. വിൻഡോസിൽ ധാരാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെളിച്ചൊക്കെ കിട്ടാവുന്ന ഇതിൽ. ഹോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലേ. വാർഡ്രോബ്സ് ഈ സൈഡിൽ ഡ്രസ് യൂണിറ്റ് അടക്കം കൊടുത്തിട്ടുള്ള 3 പാളി ഡോറോട് കൂടിയിട്ട് ഡ്രസ് യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മിററൊക്കെ വെച്ചിട്ട്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോക്സി ചെയ്തിട്ടേ. വ്യത്യസ്തമായ കളർ ടൈലാണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. ഹീറ്ററിനുള്ള പോയിൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നിന്നൊരു ആർച്ചോട് കൂടിയിട്ട് കണ്ട ഒരു ഒറ്റ മാച്ചിങ് ടൈൽ ഇതോട് കൂടിയിട്ടാണ് അങ്ങോട്ട് പോകണം. ഡൈനിങ് കടന്നുള്ളൂ അതേ വീതി കൂടി ടൈൽ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ഉള്ള ഡൈനിങ് ഹാൾ അവിടെ കിട്ടിയിട്ടുള്ള. വാഷേരി ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ മിറർ മാത്രമേ വരാനുള്ളൂ. ഹോൾ സീലിംഗ് വർക്ക് ഇവിടെ ഡൈനിങ് ഹാളിലും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഒരു 12x10 ബെഡ്റൂമിൻ്റെ ഇവിടെ അളവായി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെയും ഡ്രസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, വാൾ ടോപ്സ് കൊടുത്തിട്ടുണ്ട്. 3 പാളി ഡോറോട് കൂടി തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്, വൈറ്റ് ആൻഡ് ആഷ് കളറിൽ. UV ഷീറ്റിലാണ് ഇവിടെ ഇത് ഈ വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തൊട്ടടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, പെയിൻറ്റിങ് കഴിഞ്ഞുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് തന്നെ. വാഷ് ഏരിയോട് കൂടി തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെയും 3 പാളി വാൾ ടോപ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഡ്രസ് യൂണിറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സൈഡിലായിട്ട്. ഹോൾ സീലിംഗ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായ ടൈലാണ് വാൾ ടൈലായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഹീറ്ററിനുള്ള പോയിൻ്റ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ വുഡ് ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലെ. ഇവിടെ അപ്പോക്സി ചെയ്തിട്ടുണ്ട് കേട്ടോ. ധാരാളം കബോർഡ് വർക്ക് താഴെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി ഹോബ് ഓൾറെഡി സെറ്റാണ് കേട്ടോ ഇവിടെ. എല്ലാ വർക്കും ഇവിടെ ഓൾറെഡി കഴിഞ്ഞ് കളിക്കുന്ന ഒരു വീടാണ്. അതുപോലെ ഭാരതി വിദ്യാഭവൻ സ്കൂളായാലും കൊഴുക്കുള്ളി പള്ളി ആയാലും അമ്പലമായാലും എല്ലാ ആരാധനാലയങ്ങളും ഒരു 3/4 കിലോമീറ്റർ ചുറ്റളവിലുണ്ട് കേട്ടോ. പുറത്തേക്ക് കിടക്കുന്ന, അതായത് വർക്കേരിയയിൽ കിടക്കുന്ന ഭാഗം അതേ മാച്ചിൻ്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി പുകയില്ലാത്ത അടുപ്പ് വേണമെന്ന് ഞാൻ ചെയ്തിട്ടില്ല, ഓൾറെഡി വേണമെന്ന് സ്ലാബൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം അവിടെ വേറെ സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പുറത്തേക്ക് കിടക്കുന്ന ഭാഗം ഇവിടേക്ക് ധാരാളം മണ്ണ് വീട്ടിലെന്ന് പറയാം. എന്തെങ്കിലും നടണമെങ്കിൽ മണ്ണ് മാറ്റി നമുക്ക് നടാം, അല്ലെങ്കിൽ ബേബി മെറ്റൽ ചെയ്യാവുന്നുള്ളൂ. സ്റ്റെയർ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് കയറാനുള്ളത്. ഈ ഭാഗത്തും സ്പേസ് ഉണ്ടെന്ന് പറയാം, എന്തെങ്കിലും തെയ്യലൊക്കെ നടന്നതിന് വേണ്ടിയിട്ട്. 4,800 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിലെ വീടിന് ഉടമ ചോദിക്കുന്ന വില 45 ലക്ഷം രൂപ കേട്ടോ. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ. നടത്തറ സെൻറ്ററിലേക്കായാലും മണ്ണുത്തി സെൻറ്ററിലേക്കായാലും 2 കിലോമീറ്റർ ഉള്ളൂ.
ധാരാളം ബസ്സുകൾ പോകുന്നൊരു ഏരിയ. അല്ല, വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അതിനുവേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. അടുത്തൊരു വീടിൻ്റെ വീഡിയോസ് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.